പൊതുവെ ഈ കഷ്ടകാലമാണോ ഇവർക്കൊക്കെ? എന്താണ്? നമസ്കാരം. പറഞ്ഞോളൂ. ഇടയ്ക്ക് ഒരു ശകല നേരം എനിക്ക് തരണം. അതിനിടയ്ക്ക് കയറി ആരും സംസാരിക്കും. അങ്ങ് പറഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി കൃത്യമായിട്ട് ഞാൻ പറയും. അതായത് ജ്യോതിഷം എന്ന് പറയുന്നത് വേദാംഗങ്ങളുടെ ഒരു ശാഖയാണ്. കൃത്യമായി ജ്യോതിഷം കൈകാര്യം ചെയ്താ വരാടിക എന്ന് പറഞ്ഞാൽ കബഡി. ഈ കബഡി ശാസ്ത്രം എന്ന് പറയുന്ന കാപട്യശാസ്ത്രമാക്കി മാറ്റിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഓരോരുത്തരുടെ വയറ്റിപ്പിഴപ്പിൻ്റെ ഭാഗമാണ്. നിങ്ങൾ എൻ്റെ ഓരോ യൂട്യൂബ് ഡെയിലുള്ള ലൈവും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. 4 ദിവസത്തിന് മുമ്പ് നിലമേലുള്ള ഒരു അമ്മ എന്നെ കാണാൻ വന്നു. ആ അമ്മയുടെ മകൻ പൂർണ്ണമായി കഞ്ചാവിന് അടിമയാണ്. പ്രശ്നം വെച്ചു. കൃത്യമായിട്ട് അമ്മയുടെ നിങ്ങൾ ഓരോ ദിവസത്തെ ലൈവ് നോക്കിയാൽ മതി. എല്ലാ ദിവസവും ഈ ജ്യോത്സ്യന്മാരെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തിനെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന ഓരോ ദിവസത്തെയും കബഡി പ്രശ്നം ലൈവായിട്ട് അവർ വിടട്ടെ, ജനം കാണട്ടെ. ഇപ്പം ഇവിടെ അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് സത്യാവസ്ഥയുണ്ട്. ഇതിനകത്ത് കള്ളനാണയങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങളുടെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കള്ളനാണയങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ നീചത്വം എന്ന് പറയുന്ന ഒരു സംഭവം ജാതകത്തിലുണ്ടെങ്കിൽ അവൻ കൃത്യമായി 18 വയസ്സും 6 മാസവും കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമയായി മാറും. തർക്കമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് നോക്കാം. വെല്ലുവിളിക്കാം ഞാൻ നിങ്ങളെ. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളാരും സംസാരിച്ചപ്പോൾ ഇടയ്ക്ക് സംസാരിച്ചല്ലോ. അങ്ങനെ വളരെ സാധുവായിട്ടിരിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക. നിങ്ങൾ എൻ്റെ മുമ്പിൽ, എൻ്റെ കബഡിപ്പലകയുടെ മുമ്പിൽ വന്നിരുന്നാൽ ഭൂതേജ വർത്തമാനേജ സമയേജ ഭവിഷ്യതി, നിങ്ങളുടെ ഭൂതം വർത്തമാനം ഭാവി ഞാൻ പറയും. ഇവിടെ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തികളുടെയും ഒരു കാര്യവും ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. അഥവാ ഒരു കഥ പറയാൻ തുടങ്ങിയാൽ ഞാൻ അവരോട് പറയും. അത് പല ദേശത്തുനിന്ന് വരുന്നവരായിരിക്കും. നിങ്ങൾ കഥ പറയാനാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കസേരയിലിരിക്കാം. അങ്ങനെ ഈ അമ്മ പോയി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. അമ്മ വളരെ വിശ്വാസപൂർവ്വേണ വളർത്തുന്ന ഒരു മകനാണ്. ഈ അമ്മ പോയി അവരെ വീട്ടിൽ നോക്കിയപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതിന് പ്രകാരം എന്നെ വിളിച്ചു. ആ പയ്യൻ്റെ ഒരു സുഹൃത്ത് വഴി എൻ്റെ അടുത്ത് കാണാൻ വിട്ടു. അതും ലൈവാണ്, കള്ളത്തരമൊന്നും പറയല്ല. പ്രശ്നം നോക്കിയിട്ട് അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡെയിലി 70 കഞ്ചാവ് അടിക്കത്തില്ലയോ എന്ന് ചോദിച്ചു. ചെറിയ പയ്യനാ. ഇന്ന് ആ പയ്യൻ എറണാകുളത്ത് ആസ്ട്രോയിൽ അഡ്മിറ്റാണ്. ഇതാണ് ശരിക്കും ജ്യോതിഷം. ഞാൻ പറയട്ടെ മാഷ്, ഞാൻ ഇടയ്ക്ക് കയറിയില്ലല്ലോ. തുള്ളുന്നു, അല്ലെങ്കിൽ വേല് കുത്തുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത് മദ്യം കുടിക്കുന്നു, കോഴിയെ വെട്ടുന്നു, ഇങ്ങനെയുള്ള സ്വാമിമാരൊക്കെ ഉള്ള കാലായത്. അവിടെ ഈ ജ്യോതിഷം വിഭിന്നമാകുന്നത് ദൈവജ്ഞേന സമാഹിതേന സമയെ കിഞ്ചിൽ ബലം പ്രവച്ചതി. ദൈവജ്ഞനെ നിങ്ങൾ ഒരാൾ കാണാൻ വരുമ്പോൾ അവിടെ അതിനൊരു ബലം ഉണ്ടാവും. ഇതിനകത്ത് എത്ര വിശ്വാസങ്ങളുണ്ടെന്ന് എനിക്കറിയത്തില്ല, കുറവാ. അപ്പം ഇവിടെ വന്നിരിക്കുന്ന ചർച്ച വിശ്വാസവും അവിശ്വാസവും അല്ലേ? അന്ധവിശ്വാസമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ യുഗം പോകുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ അന്ധമായ വിശ്വാസത്തിലേക്ക് തന്നെയാണ്. ഇവിടെ വിശ്വാസികൾക്കുണ്ടായിരുന്ന ഓരോ മാമൂലുകളുണ്ട്. അത് ജാതി വ്യവസ്ഥിതി പ്രകാരം. ഖുറാനകത്ത് 30 ജുസ്വ പഠിക്കുന്ന ഒരു വ്യക്തി തീവ്രവാദം പഠിക്കുന്നുണ്ടോ? അന്ധമായ വിശ്വാസത്തിലേക്ക് പോകുമ്പോഴാണ് അവിടെ തീവ്രവാദം വരുന്നത്. തുര എന്നൊരവസ്ഥ, മതം, മത്സരം, മാത്സല്യം, മാംസം, സ്ത്രീ, ഇത്രയും വരുമ്പോഴാണ് ത്വര വരുന്നത് അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.